കുളിച്ചപ്പോ നല്ല വിശപ്പ്. നീ ഉണ്ണുന്നില്ലോടാ? കഞ്ഞി കുടിച്ചിട്ട് അധികം നേരം ആയില്ല. ഇതെന്നാ മുട്ടയോ കോഴിയിറച്ചി ഇല്ലയോടി? അത് കോഴിയിറച്ചിക്ക് കവലേ പോണോ ചായ? എനിക്ക് വയ്യാത്തോണ്ട്. അയ്യയ്യേ, ഇതെങ്ങനെ ഉണ്ണാനാ? ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കോഴിയിറച്ചില്ലാതെ ഉണ്ടിട്ടില്ല. ഇവിടെ അടുത്ത വീടുകളൊന്നും കോഴിയെ കിട്ടത്തില്ലൂടി. ഇല്ല ചായ. അതെവിടെന്നാ? അത് താഴത്തെ വീട്ടുകാര് വളർത്തുന്നതാ. ചേടാ, എങ്കി പിന്നെ അവരോട് മേടിച്ചാ പോരായിരുന്നോ? അവര് കോഴിയെ വിൽക്കത്തില്ല. അതെന്നാ, കോഴി സമ്മതിക്കത്തില്ലയോ വിൽക്കാൻ? അത് നമുക്ക് രാത്രിയിലത്തേക്ക് ഏർപ്പാടൊക്കെ ചായ. ഊണെന്ന് പറഞ്ഞാ ഉച്ചയല്ലൂടാ. മാത്രമല്ല നമുക്ക് ഉടനെ പോകണ്ടായോ? ആദ്യം ചായ ഉള്ള കറി വിട്ട് ഊണ് കഴിക്കും. ഇതറിഞ്ഞിരുന്നേ കോഴിയെ ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ. ഓരോ വിധി. മുട്ടയെങ്കിൽ മുട്ട. കുഞ്ഞുട്ടിച്ചായൻ എന്നാ ഈ നേരത്ത് കട പൂട്ടിയോ? കട പൂട്ടും ആ സ്ഥിതിയിലായിരിക്കുക ഞാനിപ്പം. ഇന്നവിടെ നടന്നത് കച്ചവടമല്ല കൊച്ചേ, കൂട്ടത്തല്ല. കണ്ണാടി അലമാര 1, അലുമിനിയ പാത്രങ്ങൾ 3, ഗ്ലാസുകൾ 9, എല്ലാം തരിപ്പണമായി. അതോടെ പ്രശ്നം തീർന്നെന്നാ കരുതിയത്? ഇല്ല. വൈകുന്നേരമായപ്പോ തലയിലൊരു വെച്ചുകെട്ടുമായി ഡ്രൈവർ തങ്കപ്പനും കൂട്ടരും വന്നു. അവന്റെ തലയ്ക്ക് പരിഹാരമായി രൂപ 1000 ആ വഴിക്കും പോയി. കുഞ്ഞുട്ടിച്ചായൻ എന്നതായി പറയുന്നേ? മേളി താമസിക്കണം മൈക്കിളിനെ അന്വേഷിച്ച് വന്ന ഒരുത്തന തങ്കപ്പനെ ബസ്സിലോട്ടെറിഞ്ഞ് തല പൊളിച്ചതെന്ന് വൈകുന്നേരം ആ കടലവണ്ടിക്കാരൻ ഒരു സംശയം പറഞ്ഞു. നേരാന്നോ? ഇന്നിവിടെ ആരേലും വന്നായിരുന്നോ? അയാള് നിന്റെ അപ്പച്ചൻ വിചാരിച്ചു ഒത്തിട്ടില്ല. അയാളാണ്. ആണോ? ആയിരിക്കും. ഈ ഉരുപ്പിടി തന്നെ ആയിരിക്കും. വല്യപ്പച്ചനായിട്ട് ഓടിക്കാതെടാ. അവൻ ഓടിക്കട്ടെ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്തോന്നാ രാത്രിയിൽ ഈ ബഹളം? മിണ്ടണ്ട വല്യമ്മച്ചി, മൈക്കിളിച്ചാന്റെ ചേട്ടച്ചാരാ. അങ്ങേരുന്ന് കവലയില് ഡ്രൈവർ തങ്കപ്പന് തലയടിച്ച് പൊളിച്ചെന്ന്. എന്റെ ഈശോയെ, എന്നാത്തിനാ? ചാണ്ടിച്ചാൻ അവന്റെ കളിക്കുഞ്ഞാന്ന വിചാരം. ഇയാൾക്ക് നാട്ടിൽ എന്നതാ മോളെ ജോലി? അത് ചാണ്ടിച്ചാൻ പാർട്ടിക്കാരനാ. അതിന്റെ പ്രവർത്തനം. എന്തോന്ന് പാർട്ടി? അത് KC കോരസർ പ്രസിഡന്റ് ആയിട്ടുള്ള പാർട്ടി കേട്ടിട്ടില്ലേ? തിരുവിതാംകൂർ കോൺഗ്രസ്. അതിന്റെ സെക്രട്ടറിയോ ഏതാണ്ടാ. എന്നാ ചോദിച്ചേ? ഇങ്ങേര് കവലയിൽ ആരെയോ തല്ലീന്ന്. ഏയ്, അത് ചാണ്ടിച്ചാനായിരിക്കത്തില്ല. എന്ന് ഞാനും കൂട്ടി ചെല്ലട്ടെ. ഇതേതോ പുകഞ്ഞ വിത്ത. ഡ്രൈവർ തങ്കപ്പന്റെ ആൾക്കാർ പ്രതികാരം ചെയ്യാൻ നടക്കുക, തൽക്കാലം പുറത്തിറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ പറയുക ഉടനെ തന്നെ അവരങ്ങോട്ട് വിട്ടേക്കാൻ, രാത്രി തന്നെ പ്രതികാരം ചെയ്ത് പോയിക്കോട്ടെന്ന്. മൈക്കിളിന്റെ കാലൊടിഞ്ഞ വിവരം അറിഞ്ഞേച്ച് വന്നതാണോ ഇവൻ? അതെ, തൽക്കാലം തിരിച്ചു പോകുന്നില്ലെന്ന്. അനിയച്ചാരെ കൃഷിയിൽ സഹായിക്കാൻ ഇവിടെ തന്നെ കൂടുക. ആണോ? കാര്യം ഞാൻ തങ്കപ്പന് 1000 രൂപ കൊടുക്കേണ്ടി വന്നെങ്കിലും ഇവന്റെ ഏറ് നല്ല ഉശരനായിരുന്നു. തങ്കപ്പനത് കിട്ടേണ്ടതാ. മൂക്കറ്റം തിന്നിച്ച് കാശ് തരില്ലെന്ന് പറഞ്ഞ ഞാൻ പോവാ. കടയിൽ ബെഞ്ച് നന്നാക്കാൻ ആശാരി തപ്പണം. എന്ത് വാടിയത്? ആണുങ്ങളെ തല കഴുകനാൻ പാട് കിടക്കുമ്പോ നോക്കിക്കൊണ്ട് നിൽക്കും. വന്നോ എവിടുന്ന് കെട്ടിയെടുത്താവോ? ചുമ്മാ എന്നെ കയറി വഴക്ക് പറയുന്നു വല്യമ്മച്ചി. ആര്? ആ കാട്ടാളൻ ഡ്രൈവറുടെ തലതല്ലി പൊളിച്ചില്ലേ, ആ ചാണ്ടി. ആഹാ, എന്നാ ഇന്ന് വല്യമ്മച്ചി 2 വാക്ക് ചോദിച്ചിട്ട് എന്നാത്തിനാ നിന്നെ തെറി പറഞ്ഞത്? ഒരു കാര്യമില്ല വല്യമ്മച്ചി. എങ്കിൽ സാരമല്ല, വല്യമ്മച്ചി അവനോട് പിന്നെ ചോദിച്ചോളാം. മൈക്കിൾ ഇച്ചായനോട് പറഞ്ഞാൽ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കുന്നതാ നല്ലത്. അത് തന്നെയാ നല്ലത്. എന്നാലും 1-2 ദിവസം ഇവിടെ താമസിച്ചോണ്ട് പോട്ട് നമുക്ക് എന്നാ ചെയ്തം. നീ ചെന്നേ ആ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ നോക്ക്. ചെല്ല്. ഞാൻ പറഞ്ഞ ചാണ്ടിച്ച സ്ഥലം കാണിക്കാൻ. ഇവനറിയാമെങ്കിൽ നീ എന്നാ അതിനടി പറഞ്ഞു? എനിക്കറിയാം അമ്മച്ചി. എന്റെ ഈശോയെ, എന്നാ വലിപ്പമായി കോഴിക്കൊക്കെ. സാക്ഷാൽ ടർക്കി കോഴി പോലും ഇത്രയും വരികയല്ല. ഇതിനൊക്കെ ഇവിടെ വെച്ചോണ്ടാ ഞാൻ ഇന്നലെ മുട്ടക്കറി ചോറിന്റെ
ഇനി വേണം മക്കളെ. ദേ മനുഷ്യ, എന്റെ കോഴികളെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ. ഈ ഓടി പെണ്ണേ. വല്യമ്മച്ചി, ഇയാള് നമ്മുടെ കോഴികളെ പിടിക്കുന്നു. ദേ, ഞാനിത് പറഞ്ഞേ. വല്യമ്മച്ചി, ഓടി, ഓടി. ഞാൻ വളർത്തുന്ന കോഴിയാ. നീ വളർന്ന കോഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവൂലേ? ചാണ്ടിച്ചാനായിട്ട് ഓടിക്കാതെടാ എന്റെ കുമാരൻ കേട്ടോ. ഞാൻ ഇതാ വെച്ചാ എന്നിട്ട് പറഞ്ഞ് മനസ്സിലായല്ലേ? എന്നതാ ഈ കാണിക്കുന്നേ? എന്നോടല്ലേ പറഞ്ഞത്? ഞാൻ ഓടി, ഓടി. നല്ലോണം മുളകും മല്ലി അരച്ചങ്ങ് പോയി 2 പച്ചത്തക്കായ മുറിച്ചിട്ടോ. വല്യമ്മച്ചേ, 50 രൂപയുണ്ട്. നഷ്ടം എന്നാലും ആദ്യത്തെ കച്ചവടമല്ലേ, ഇരിക്കട്ടെ. ഇതങ്ങോട്ട് വാങ്ങിയാട്ടെ. വട വെച്ച ഇച്ചായൻ അങ്ങനെയാ, നീ അത് മറന്നാളാ. അല്ല, ഇന്ന് ഞായറാഴ്ചയല്ലയോ, നമുക്ക് പള്ളിയിൽ പോണ്ടേ? വാ പോവാ. யாருடா அங்க? டேய் உன்னதா நாடு கேட்காதா? யாரா நீ? வெளியே போடா. என்ன முறைச்சு பாக்குற? இது எங்க இடம்? வெளியே போக சொன்னா നീ ഏതാടാ പുളുന്താനെ? புழுந்தாரா? அதென்னது? நீதான்டா புழுந்தாரா? പുളുന്താൻ ഞാൻ അല്ലേ? ഇത് മരുതാ വല്യപ്പച്ച. മരുന്നാ? എന്നാ മരുന്ന്? മരുന്നല്ല, മരുത്. നമ്മുടെ വീട്ടില് പണി ചെയ്യാൻ വരുന്ന ആളാ. ഇതെന്റെ വല്യപ്പച്ചനാ മരുതേ. வள்ளிப்பிச்சனா? அதென்னது? അപ്പച്ചന്റെ ചേട്ടനാ. அப்படியா? வேற ஏதோ ஆளுன்னு நான் நினைச்சேன். എന്റെ നീ ഇപ്പൊ വാങ്ങിച്ച് കെട്ടിയാനെ. ആളെ മനസ്സിലായാലെന്ന് വെച്ച് ചുമ്മാ ഒരാളെ കയറി വാടാ പോടാന്ന് വിളിക്കുന്നത് ഏതായാലും മര്യാദ. என்னங்க? നീ ഒരു അഹങ്കാരിയാന്ന് പറയുമായിരുന്നു. ഒരു ചെറിയ ശിക്ഷ നിനക്ക് വേണം. என்னங்க? ഇനി ആരോടും മര്യാദ കേടായിട്ട് പെരുമാറരുത്. മനസ്സിലായോടാ? മനസ്സിലായോ? ആ, ഞാനതങ്ങ് മറന്നു. ജോണിച്ചായനെ നിന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു. ജോണിച്ചാനോ? മൈസൂർ ബേക്കറി നടത്തുന്ന എന്റെ ജോണിച്ചാനെ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ, ഞാൻ നിന്റെ വിശേഷങ്ങൾ കത്തിൽ എഴുതിയായിരുന്നു. എന്തോന്ന്? നല്ല കൊച്ചാണ്, ആനി എന്ന പേര് എന്നൊക്കെ. എങ്കി ആ നല്ല കൊച്ചായ ആനി എന്ന പെണ്ണിനോട് എന്റെ അന്വേഷണം പറയൂന്ന് ജോണിച്ചാൻ ഇങ്ങോട്ട് എഴുതി. ഇനി തിരിച്ചെഴുതുമ്പോ നീ അങ്ങോട്ട്. നിങ്ങൾ എവിടെ പോവാ? പള്ളിയിലോട്ട് അച്ചായ. ഇന്ന് ഞായറാഴ്ച അല്ലയോ? ആ, പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ച ആണല്ലോ. എന്നാ ഞങ്ങളുണ്ട് പള്ളിയിലേക്ക്. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ആഴ്ചയും പക്കൊന്നും അറിയത്തില്ലെന്നേ. ഈ ചെറുക്കിന് താഴോട്ട് ഇറക്ക ചായ. അവനങ്ങനെ സൂചിച്ചിരിക്കുന്നുണ്ടല്ലോ. അവൻ സൂയിക്കട്ടടി, അവൻ എന്റെ ചെറുക്കനല്ലയോ. അമ്മച്ചിക്ക് അസൂയ വല്യപ്പച്ച. എന്നാത്തിനാ എന്റെ തോളെ കയറി ഇരിക്കാൻ പറ്റാത്തേനോ? ആന്നോടി, നിനക്ക് ഇരിക്കണോടി? ഈ ചെറുക്കന് അടിയുടെ കുറവാ. ഓ പിന്നെ, ഇനി ഇവനെ തൊടാൻ ഒരുത്തനെ ഞാൻ സമ്മതിക്കല്ലേ. ഈ കൊച്ചന്റെ മൂങ്ങാ പോലിരിക്കുന്നേ വേണ്ടത്തില്ലയോ? അയ്യോ, ഇതെല്ലാം കേട്ടോ എന്റെ ആമാശയത്തിന്റെ അണ്ടർഗ്രൗണ്ട് വരെ വെയിച്ചു പോയല്ലോ. ആനിക്ക് അവളുടെ കോഴികളെന്ന് വെച്ചാ വലിയ ജീവനാ. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇവളുടെ കോഴിയെ പിടിച്ച് നിന്നൊന്നും ഇവക്ക് പിടിച്ചിട്ടില്ല. കൊച്ചേ, നിന്നെക്കാൾ ഇഷ്ടമാ ചാണ്ടിക്ക് കോഴിയെ. ഒരു വ്യത്യാസമുള്ളൂ, നീ വളർത്തുന്നു, ഞാൻ തിന്നുന്നു. വേറൊരു വലിയ സത്യം ഞാൻ കൊച്ചിനോട് പറയട്ടോ. ഞാൻ ആരുടെ കൊച്ചൊന്നുമല്ല. പിന്നെ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ച് വന്നാന്നോ? കെറിവിക്കാതെ മോളെ, ഒരു കാര്യം മനസ്സിലാക്ക. ഈ ലോകത്തുള്ള സകല പച്ചക്കറികളും സകല കിളികളും സകല മീനുകളും സകല മൃഗങ്ങളും എന്നു വേണ്ട സകല ചരാചരങ്ങളും മനുഷ്യന് തിന്നാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയതാ. എങ്കിതാ പോന്ന പട്ടി പിടിച്ചങ്ങ് തിന്നും. ചാണ്ടി പട്ടിയെ തിന്നിട്ടുണ്ട്. മോക്കറിയോ, മൂത്രാശയ സംബന്ധമായ സകല രോഗങ്ങൾക്കും പട്ടിയിറച്ചി അതിവിശേഷമാണ്. കുറച്ച് സംഘടിപ്പിക്കട്ടോ. ഡ്രൈവറെ, നേരം കുറെ ആയി, വണ്ടി വിടാൻ നോക്ക്. തിരക്കുണ്ടെങ്കിലേ ഇറങ്ങി നടന്നോ. ഓ തങ്കപ്പച്ചേട്ടോ, ആ വരുന്ന ആളെ കണ്ടോ? ആരാടാ? ചേട്ടന്റെ തല പൊളിച്ചവൻ. നേരാണോ? അവൻ തന്നെയാണോ? അമ്മണ്ണ ഞാൻ പാത്ത. നീ എവിടുത്തുകാരനാടാ തെണ്ടി? നീ എന്തിനാ പിടിച്ചു തള്ളി എന്റെ തല പൊട്ടിച്ചത്? അത് നീയായിരുന്നോ? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പക്ഷേ നിന്റെ തല പൊട്ടേണ്ട തലയാണെന്ന് ഇപ്പൊ മനസ്സിലായി. കൊച്ചനെ,
ഞങ്ങൾ ഞായറാഴ്ചയിട്ട് പള്ളി പോവുക. ചുമ്മാ മെനക്കെടുത്തല്ലേ. ഇപ്പോഴത്തേക്ക് ഇത്രയും പോരായോ? ഇനിയും പ്രതികാരം ചെയ്യണമെന്ന് തോന്നുമ്പോ വന്നേച്ചാ മതി. ഇപ്പൊ പോടാ പോടാ. ഒരു തല്ല് കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പതിവാ. പച്ചമട്ടയും സോഡയും കുടിക്കും. എന്നിട്ട് ഒരൊറ്റ ഓട്ടവാ. സന്ധിവേദന നേരിട്ട് പിന്നെ ഉണ്ടാകുകയില്ല. വാ, പള്ളി പോകാൻ നേരായി. ഇവിടെ എത്ര മണിക്കാ കുർബാന? 10 മണിക്ക്. ആ എന്നാ വാ വാടാ. വാ വാ. ഈ സോനുവിനെ തോളയിലിരുത്തിയ വല്യമ്മച്ചി അയാൾ 3 പേരെ തല്ലിയത് അത് ഒറ്റ കൈകൊണ്ട്. വല്യപ്പച്ചൻ ആരാന്ന് അറിഞ്ഞിരുന്നേലേ അവന്മാർ തല്ലാൻ വരത്തില്ലായിരുന്നു. വല്യപ്പച്ചൻ ആരാ? ഭയങ്കര റൗഡിയാ. തല്ലാൻ പോവില്ല ജോലി. ആണോ? അങ്ങനെ വരട്ടെ. നിന്റെ അമ്മച്ചി പറഞ്ഞതേ പാർട്ടിക്കാരനാന്നാ. അമ്മച്ചി, വല്യപ്പച്ചൻ റൗഡിയല്ലേ? റൗഡിയോ? ചുമ്മാരിയടാ. തിരുവിതാംകൂർ കോൺഗ്രസ് സെക്രട്ടറി. ചേച്ചി ഞങ്ങളോട് നുണ പറയായിരുന്നല്ലേ? അയ്യോ, അങ്ങനെയല്ല ആനി. പാർട്ടി പ്രവർത്തനമാകുമ്പോ ഇച്ചിരി തല്ലും ബഹളവും ഒക്കെ കാണുമല്ലോ. അല്ലാതെ ഒന്നുമല്ല. കൊണ്ടയാ വല്യപ്പച്ചൻ. അപ്പൊ തല്ലു മാത്രമല്ല, ആൾക്കാരെ കൊന്നും കാണും. എന്റെ വല്യമ്മച്ചി, പാർട്ടി പ്രസിഡന്റ് കോരസാറെന്ന് പറഞ്ഞാ ചാണ്ടിച്ചാൻ വലിയ ജീവനാ. അങ്ങേര് ചാടാൻ പറഞ്ഞാ ചാടും, ഓടാൻ പറഞ്ഞാ ഓടും, തല്ലാൻ പറഞ്ഞാ തല്ലും. കൊല്ലാൻ പറയാത്തോണ്ട് ഇതുവരെ ആരും കൊന്നിട്ടില്ല. ആരെ കൊല്ലുന്ന കാര്യമാ പറയുന്നേ? അത് ഇച്ചയ ചുമ്മാ വേറെ. കൊന്നു കഴിഞ്ഞ കോഴിയുടെ കാര്യം നോക്കാതെ നീ ഇവിടെ വന്നിരുന്ന് പുന്നാരം പറയുവന്നു. ഞാനേ ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ. ആ സ്ഥലത്ത് അപ്പടി പാറയാ. കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന കാര്യം പ്രയാസമാ. നമുക്ക് നോക്കാം. മണ്ണിനോടും മനുഷ്യനോടും മാത്രം ചാണ്ടി നോക്കുകയല്ല, അതുറപ്പാ. ബ്രില്യന്റ്. എന്നയ്യ ഇപ്പൊ തരാടോ. എത്രയും ബഹുമാനപ്പെട്ട കോരസാറിന് അനിയച്ചാരുടെ കാല് പോക്ക. ഒരു 2 മാസമെങ്കിലും കിടന്നേ വെക്കൂ എന്നാ തോന്നുന്നത്. മരുന്ന് വെച്ച് പാറ പൊട്ടിക്കാൻ നോക്കി. പൊട്ടിയത് അവന്റെ കാലിന്റെ അല്ല,
എന്നാ ചെയ്യാനാ? കൃഷി വല്ല ഉടനെ ചെയ്തില്ലെങ്കിൽ അവനും ഭാര്യയും മോനും കുടിവെള്ളം ഇല്ലാതെ ചാകും എന്നുള്ള സ്ഥിതിയാ. അതുകൊണ്ട് കുറച്ച് ദിവസം ഞാൻ ഇവിടെ നിന്നാലോ എന്ന് ആലോചിക്കാം. പിന്നെ നമ്മുടെ ആൻ്റപ്പനും കുട്ടപ്പായും മൊയ്തീനും അവിടെ എന്നാടുക്കുക? അവരെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് അയച്ചിരുന്നേല് ഞങ്ങൾക്കൊരു സഹായമായനെ. ഒക്കുമെങ്കിൽ വട്ടച്ചെലവിനൊരു 10,000 രൂപയും കൂടെ കൊടുത്തയച്ചാൽ വലിയ ഉപകാരം. എന്ന് സ്വന്തം ചാണ്ടിക്കുഞ്ഞ്. ഇതെന്തോന്ന് കാണിക്കാണ്ടപ്പാ, ആ പലക ഇവിടെ ഇട്. ഇവിടെയോ? ആ മതിയോ? കാണ്ടിക്കൈ മാറുന്നില്ല, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. ഇനി വെള്ളം എടുക്കാം. അതിന് വെള്ളം എടുക്കാൻ പാത്രങ്ങളെവിടെ? പാത്രമല്ലേ കിടക്കുന്നേ? പാത്രങ്ങൾ ഈ വീട്ടുകാരല്ലേ, അവരോട് ചോദിക്കണ്ടേ? എന്നാത്തിനാടാ? നമ്മുടെ നാട്ടിലിപ്പോ സോഷ്യലിസം അല്ലയോ? അപ്പൊ പിന്നെ എന്റെ പാത്രം നിന്റെ പാത്രം എന്നുള്ള വേദന കൊണ്ടുവിടാൻ മൊയ്തീനെ? അത് ശരി, അത് ഞാൻ ആലോചിച്ചില്ല. നീളത്തിൽ ഇടണ കണക്കിൽ ഇടന്ന് ഞാൻ തീരുമാനിച്ചു. നോക്കി പിടിയുടെ ആരുണ്ടാവും? ഇവിടെ ആരുമില്ല. ആരല്ലടാ, തെങ്ങിന്റെ ആര്. കാലിന് വിടറാ, നിനക്ക് കാലും മാറ്റി തിരിച്ചറിയില്ലയോ? ഇതാ പാത്രങ്ങൾ റെഡി. ഇതെന്നതാ ചെയ്യുന്നേ? നീ എഴുന്നേറ്റ് വരുന്നേ ഉള്ളു. അത് ശരി. എടി കൊച്ചേ, തറവാട്ടി പറഞ്ഞ പെമ്പിള്ളേരാണെങ്കിൽ വെളുപ്പിന് 4 മണിക്ക് എഴുന്നേക്കണം, വീടും പറമ്പൊക്കെ അടിച്ച് വൃത്തിയാക്കണം, നല്ല വിസ്തരിച്ചൊന്ന് കുളിക്കണം. കല്യാണം കഴിച്ചവരാണെങ്കിൽ കെട്ടിയവന് നല്ല ചൂടുള്ള കാപ്പി അനത്തിയിട്ട് കൊടുക്കണം. മനസ്സിലായോ? നീ എവിടെ നന്നാവേ? ഇപ്പോഴേ ശീലിച്ചാലല്ലേ കല്യാണം കഴിയുമ്പോ ചായ തന്നെ നോക്കൂ. അതുകൊണ്ട് എന്റെ പൊന്നുമോള് പോയിട്ട് ഞങ്ങൾ ഈ ചായമാർക്ക് 4 വെടിമരുന്ന് പോലെ ചായ ഇട്ടുമ്പോ. ഇത് എന്നാത്തിനുള്ള പുറപ്പാടാന്നാ ചോദിച്ചേ? അതെ, വെള്ളം കോരാനുള്ള പുറപ്പാടാ. സഹായിക്കാനുള്ള മനസ്സിൽ ഉണ്ടെങ്കിലേ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാ. കൃഷിസ്ഥലം മൊത്തം വഴക്കെന്ന് വെച്ച് ഇനി വേണ്ടത് വെള്ള. അത് ഈ കിണറ്റിന്ന് കൊരാന്ന് വെച്ചെന്തേ? അത് പറ്റില്ല. ഞങ്ങളെ കിണറ്റിലെ വെള്ളം കോരി വെട്ടിച്ച പിന്നെ ഞങ്ങൾ എന്നാ ചെയ്യും? നീ എന്നായി പറയുന്നേ? അങ്ങനെയൊന്നും പറ്റിയല്ലേ കൊച്ചേ? നിർത്താനാ പറഞ്ഞേ. ചേട്ടാ, ഇതുപോലെ പൊല്ലാപ്പായല്ലോ. ഇച്ചായന്റെ മുഖത്തേക്ക് ഇതുവരെ പെണ്ണ് സംസാരിച്ചിട്ടില്ല. ഒരാണ് സംസാരിച്ചിട്ടുണ്ടോ? ഒരാൾ സംസാരിക്കില്ല. സംസാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല, അത്ര തന്നെ. എടാ അന്നപ്പാ, ഇപ്പഴാ ഞാൻ ശ്രദ്ധിക്കുന്നേ. ഇവിടെ ചെവി കണ്ടോ? എന്നതാ? ആന ചെവി പോലെ ഇല്ലയോ? അതെ, ദേഷ്യം വന്നപ്പോ ഒന്നുകൂടെ അങ്ങ് വികസിച്ചു. ഇച്ചായോ, ഇവളുടെ പേര് ആനയെന്നല്ല ഇടണ്ടേ, ആനാന്ന് ഇടണായിരുന്നു. ആ മൂക്കും കൂടി താഴോട്ട് നീണ്ടാൽ കറക്റ്റ് ആയി. ആന. ഒത്തുപിട്ട് ചാൽത്താട്ടിക്കുമ്പോ വല്യമ്മച്ചി, വല്യമ്മച്ചി എഴുന്നേറ്റേ. ഒന്ന് പുറത്തേക്ക് വന്നേ. എന്നതാ? വല്യമ്മച്ചി ഒന്ന് പുറത്തേക്ക് വരാൻ. എഴുന്നേറ്റേ. ഒരു കാര്യം,
കുതികൾ ഉറച്ചിട്ട് കയറ് വലിയട്ടെ കയറ് മുറുകട്ടെ വെള്ളം നിറയട്ടെ കുതികൾ ഉറച്ചിട്ട് കയറ് വലിയട്ടെ കയറ് മുറുകട്ടെ വെള്ളം നിറയട്ടെ മറുക അതാനെ മറുക മറുക ആ വല്യമ്മച്ചേ, വെള്ളം കോരും തോറും ഉറ വന്നോണ്ടിരിക്കുന്ന ഈ പാത്രങ്ങളൊക്കെ നിങ്ങളുടെയാ. നമ്മൾ ഇത്രയും അടുത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതെടുക്കുന്നൊന്നും ഒരു തെറ്റല്ലല്ലോ. ഞാൻ എന്റെ പഠിക്ക് പോട്ടെ നീ അവിടെ കൊണ്ടുപോയി. അവിടെ നനച്ചതാ. ഒരു മണ്ണാങ്കട്ടി ഒന്ന് വേഗം നനയ്ക്ക് മേരി. എന്റെ പഠിക്ക് പോട്ടെ നീ ഒതുങ്ങി നിക്കട്ടെ ചേട്ടാ. 1 രൂപ ഇവിടെ നടക്കണം അപ്പൊ നടക്കണം. 1 രൂപ തരണി ഒതുങ്ങി നില്ല് മാമ. തനിക്ക് നക്കിട്ട് ചാണി നീ തനിക്ക് നക്കിഞ്ചാണ്. 1 രൂപ ഒരു നീ വരുന്നെങ്കിൽ വാ, ഞാൻ പോവാ. ഈ ഉള്ള സ്ഥലത്ത് നമുക്കും എന്തേലും കൃഷി ചെയ്യായിരുന്നു. അവൻ ഉണ്ടാക്കിയ ഈ വീടല്ലാതെ ഇപ്പൊ വേറെ എന്താ ഉള്ളത്? നാളെ ഒരുത്തൻ വന്ന് ഇത്ര പണം വേണം, ഇത്ര പൊന്നു വേണം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എടുത്തു കൊടുക്കും? ഏതായി ഒരുത്തൻ? ഏതെങ്കിലും ഒരുത്തൻ. അങ്ങനെ ഒരുത്തൻ ഇവിടെ വരണ്ട. എന്ന് വെച്ചാ അടുത്ത കൊല്ലം വയസ്സ് 20 നിനക്ക് അറിയാവോ? ഇന്നോ നാളെയെന്ന് പറഞ്ഞ് നിൽക്കുക ഞാൻ. ഒരു 50 കൊല്ലത്തേക്ക് വല്യമ്മച്ചെ ചാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്റെ ചാവ് നീയാണോ നിശ്ചയിക്കുന്നേ? ആനയോ? അതാരാ? അയാൾ എന്നെ കളിയാക്കി വിളിക്കുന്ന വല്യമ്മച്ചി. ദേ, എന്തിനാണ് നോക്കി? അല്ലെങ്കിലേ അവൻ അകത്തോട്ട് കയറി വരും. എനിക്ക് വയ്യ, വല്യമ്മച്ചി എന്ന് നോക്ക്. ദേ, അവൻ വല്ലതും പറയും, എനിക്ക് അങ്ങോട്ട് ദേഷ്യം വരും. ചെല്ല്. എനിക്ക് അയാളെ കാണുന്നത് വെറുപ്പാ. എന്തോ ചെയ്യും ഓരോ പുലിവാലും. യവനെ ഞാൻ. എന്താ കുഞ്ഞെ, വിളിച്ചോ? ആ കൊച്ചുമോൾ എവിടെ? വഴക്കാളി ആന കൊച്ച് എന്നാത്തിനാ? ഞങ്ങളുടെ കിണറ്റില് വെള്ളം പറ്റുമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നല്ലോ. ഇനി വാ, ഇനി വാ വല്യമ്മച്ചി. ആണ്ട നോക്ക്, പറ്റിയോ നോക്ക്. കാലത്തേലും കൂടുതലില്ലേ വെള്ളം? നേരെ എന്തോരം വെള്ളം. കൂടുതലോ കുറവെന്നുള്ളതല്ല, ഞങ്ങളുടെ വെള്ളം ഞങ്ങളുടെ ആവശ്യത്തിനാന്നേ പറഞ്ഞുള്ളൂ. എങ്കിൽ നിങ്ങളുടെ വെള്ളം എന്താണ്ട് അതുപോലെ ഇരിക്കുന്നു, കോരി മൂക്കറ്റം കൂടി. അവിടെ ഒരു വെള്ളവും കിണരും. ബാക്കിയുള്ളവരാരും വെള്ളവും കിണറും കണ്ടിട്ടില്ലാത്ത പോലെ. ഇതിപ്പോ കൊണ്ട് അകത്ത് പോയി, കാലത്ത് ചോദിക്കുമ്പോ തരണം. ഇത് കണ്ടോ വല്യമ്മച്ചി? പാത്രങ്ങൾ അപ്പടി ചളുങ്ങിപ്പോയി. ഇതിന് എണ്ണത്തിന് കൊള്ളാം. അപ്പൊ വേണ്ടായോ? നവനെ കുറച്ച് ദൂരത്തേക്ക് എറിഞ്ഞേക്കാവല്ലോ. എന്താങ്ക ഇളനി? இளநியா? எங்க? இதுவா? நீ சாப்பிட்ட. வேண்டாங்க, முதல்ல நீ சாப்பிடு. கேளுங்க. நான் கொடுத்த நீ சாப்பிட மாட்டியா? அப்படி இல்ல. சாப்பிடு சாப்பிடு சாப்பிடு. மாமா, இளநீ கீழே கீழே விழுந்தாச்சு. இப்படியே விழுந்தாச்சா? நீ எதுக்கு இப்போ இங்க வந்த? அவங்கள ஒண்ணும் பண்ண முடியாது மாமா. அவங்க அந்த வீட்டுல இருந்து தண்ணி எடுத்துக்கிட்டு வந்து அங்க ஊத்துறாங்க. அப்படியா? ஆமா. தண்ணி ஊத்திட்டு அவங்க என்ன பண்ண போறேன்? நான் சொல்லலையா மாமா, அவங்க அங்க வாழ வச்சிருக்கேன். ஆமா ஆமா ஆமா. சரி, தண்ணி ஊத்தட்டும், வாழை வளரட்டும். அப்புறம் என்ன பண்ணணும் நான் சொல்றேன். நான் விட மாட்டேன்றா. நானும் விட மாட்டேன். இளநீ நல்லா இருக்கு. അയാളുടെ അഹങ്കാരം നാളത്തോടെ തീരും.
ഞാൻ സത്യമായിട്ടും പറയുക, എങ്ങനെയാണെങ്കിലും ഞാൻ എങ്ങോട്ടേക്കെങ്കിലും ഇറങ്ങി പോകും. കിടന്ന് ഒച്ചയല്ലേ ഇച്ചായം കേക്കും. കേക്കട്ടെ, കേട്ടില്ലെങ്കിൽ ഞാൻ വിളിച്ചോടത്തി പറയാൻ പോവാ. എന്റെ മേരി, നീ എന്നെ കൊല്ലിക്കല്ലേ. പറഞ്ഞ നിങ്ങൾ നന്നാവത്തില്ല. എന്നെ മോനെ മര്യാദരാക്കാൻ തന്നെ പുറപ്പാട്. ഇവിടെ ഇപ്പൊ എന്നെ ഉണ്ടായിരുന്ന നീ പറയുന്നേ? രാവിലെ വല്ല പണിയല്ലായിരുന്നു? ക്ഷീണം കൊണ്ട്. ക്ഷീണം വന്നാ കുടിക്കും, സന്തോഷം വന്നാ കുടിക്കും, സങ്കടം വന്നാ കുടിക്കും. വെറുതെ ഇരുന്ന് മുഷിഞ്ഞെന്ന് പറഞ്ഞോട്ട് അപ്പോഴും കുടിക്കും. കുടിക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ അപ്പപ്പോ ഉണ്ടാക്കും. നിങ്ങൾ മാത്രമേ പണിയെടുത്ത് ക്ഷീണിച്ചുള്ളൂ. ആ ഉറങ്ങുന്ന മനുഷ്യനോ ചട്ടമ്പിയോ തെമ്മാടിയോ എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ അത്രയും സ്നേഹം ഇഷ്ടമൊന്നും നിങ്ങൾക്കില്ല. ഈ മലമൂട്ടി കിടന്ന് അങ്ങനെ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാ? ഓ, നിനക്ക് വേണ്ടി ആയിരിക്കും. ആണ്, എനിക്ക് വേണ്ടി തന്നെയാ. അതിനിപ്പോ എന്നാ വേണം? എനിക്ക് മടുത്തു. നിങ്ങൾ ഒരിക്കലും നന്നാവത്തില്ല. എഴുപറ്റേ, നിന്നെ ഒരു ആപ്പസായിട്ടാണല്ലോ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇന്നെവിടെ പോയി? എടി എവിടെ പോയെന്ന്? ഒരു പ്രായം കഴിഞ്ഞാൽ പെമ്പിള്ളേർ ഉടുപ്പ് കെട്ടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ആണുങ്ങൾക്ക് പ്രലോഭനം ഉണ്ടാവും. അങ്ങനെ പ്രലോഭനം ഉണ്ടാവുമ്പോഴാണ് ഈ പെൺവാണിപ്പവും സ്ത്രീ പീഡനമൊക്കെ നടക്കുന്നത്. അതെ, കോരസാറിന്റെ മോള് റോസി, വയസ്സ് 14 തികഞ്ഞിട്ടില്ല. പക്ഷെ ആപ്പസാരി ഉടുക്കാണ്ട് അവള് പെരക്കകത്തുനിന്ന് പുറത്തിറങ്ങിയല്ല. പിന്നെ നിനക്കൊരു ഉപദേശം ഞാൻ തരാം, ഫ്രീ ആയിട്ട്. പെമ്പിള്ളേരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഞാൺമേൽ കളിയാ. പിടി വിട്ടാ വിട്ടതാ, പിന്നെ തിരിച്ചു കിട്ടുകയില്ല. സൂക്ഷിക്കണം കേട്ടോ. അയ്യോ, അയ്യോ, എന്നാ പറ്റിച്ചായോ? അങ്ങോട്ട് എന്നാ പറ്റിയതാ? അയ്യോ, ചോര വരുന്നുണ്ടല്ലോ. അയ്യോ, ഏതാണ്ടും കുത്തിക്കേറിയതാ. ഒത്തിരി മുറിഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവേ, ഇയാൾ എങ്ങനെയാ വീണേ? അത് വല്യമ്മച്ചി, ജീവിതം എന്ന് പറയുന്നത് ഒരു ഞാണുമേ കളിയാ. ഞാണു പൊട്ടി, ആള് വീണു. മേരി, നീ പോയി ചേട്ടൻ ഷർട്ട് എടുത്തുവാ. എന്നാത്തിനാടാ? ഇപ്പൊ തന്നെ ഡോക്ടർ എടുത്തുവാ. ഒന്ന് പോടാവേ. ഇച്ചിരി ആട്ടിന്റെ മൂത്രം കിട്ടിയാ മതി. അയ്യേ, അത് മുറിവേലോട്ട് വെച്ച് ഒരു കെട്ട് കെട്ടിയാ ഉണങ്ങിക്കോളും. എന്നാലും തിരക്കില്ലാത്ത വേദനയുണ്ട്.